സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ 2000 രൂപ വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങുന്നവർ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2026 ജനുവരി മുതൽ നമ്മുടെ പെൻഷൻ മുടങ്ങും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പെൻഷൻ തുക ഇപ്പോൾ 2000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു തുക വീണ്ടും ഉയർത്തും എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു സർക്കാർ ഈ ഒരു ഭരണത്തിൽ കയറിയ ടൈമിൽ തന്നെ 2500 രൂപയാക്കി നമ്മുടെ പെൻഷൻ എമൗണ്ട് മാറ്റുമെന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഈ ഒരു ഭരണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു വർഷത്തോടുകൂടി കഴിയാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ, അതുമാത്രമല്ല ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് കൂട്ടുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് ഇപ്പോൾ പെൻഷന് അപേക്ഷിക്കേണ്ടതാണ്. കാരണം ഇനി മിക്കവാറും ഈ 2500 രൂപയായിട്ട് ഈ ഒരു എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ജനുവരി മുതൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എമൗണ്ട് മുടങ്ങാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. അതിൽ ഏറ്റവും ആദ്യത്തേത് മസ്റ്ററിങ് തന്നെയാണ്. മസ്റ്ററിങ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. കാരണം മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ ഒരു മാസം പെൻഷൻ കിട്ടാത്തവരുണ്ട്. അതായത് നിങ്ങൾ മസ്റ്ററിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മസ്റ്ററിങ് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മുടങ്ങിയ പെൻഷൻസ് നിങ്ങൾക്ക് ഒരിക്കലും പിന്നീട് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പിന്നെ മസ്റ്ററിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും ആ ഒരു മാസം തൊട്ടുള്ള പെൻഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് മുന്നേ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള ഒരു പെൻഷന് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പല കാരണത്താൽ നിങ്ങൾക്കിപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി തൊട്ടോ 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വിധവാ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിസംബർ 30-നുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ ചെയ്തിരിക്കണം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജനുവരി തൊട്ട് നിങ്ങളുടെ പെൻഷൻ കിട്ടുന്നതല്ല. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഒത്തിരി അനർഹരായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട്. അത് അവരുടെ ആ ഒരു ലിസ്റ്റ് എടുത്തതിൽ അവർക്കത് മനസ്സിലായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും അല്ല, അവർക്ക് ഡൗട്ടുള്ള ചിലർക്ക് വേണ്ടിയിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പഞ്ചായത്ത് മുഖാന്തരവും നിങ്ങൾ അറിയിക്കുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവനയുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർക്കാണ് ഈ ഒരു പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ അനർഹരാണ്. അപ്പോൾ നിങ്ങളുടെ വാർഷിക വരുമാനം എത്ര രൂപയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു വാർഷിക വരുമാനം എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും, അതായത് വിവാഹം കഴിഞ്ഞിട്ടുള്ളവർ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും വരുമാനം അതിൽ കണക്കാക്കുന്നതാണ്. അതായത് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് പ്രത്യേകിച്ച് ജോലിയോ ഒന്നും ഇല്ല, അവർക്കൊരു വരുമാനം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ വാർഷിക വരുമാനം നിങ്ങളുടെ കുടുംബ വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം എന്ന് നിർദ്ദേശം കിട്ടിയിട്ടുള്ളവർ മാത്രം അതും ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് അറിയാത്തവരായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഒത്തിരി അമ്മമാർക്കൊക്കെ ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ അറിയാത്തവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുന്നത് വഴി ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുന്നതാണ്. അപ്പോൾ ലൈക്കും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക്